നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല അച്ഛ. ഞാൻ പറയുന്നതൊന്നും ഇവിടെ ഉള്ളവർക്കാർക്കും മനസ്സിലാവുന്ന പോലുമില്ല. ഒരിക്കലും നിത്യ ഇങ്ങനെ ചെയ്യുന്നതല്ല. ഈശ്വര, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. എന്താ എന്താ അച്ഛ പറഞ്ഞ? അല്ല, വേറെ കുഴപ്പമൊന്നും സംഭവിക്കാതെ അവളൊന്ന് തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. അവൾ എന്ത് പണിയായി കാണിച്ചത്? എവിടെ പോണെങ്കിലും അത് എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു? ശരത്താണെ പേ പിടിച്ച പോലെ കറങ്ങി നടക്കുക. അവനെ നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. അതുപോലല്ലോ അച്ഛാ നമുക്ക്. വരട്ടെ അവളിങ്ങോട്ട്. ഇനി പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല ഞാൻ. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ ഒപ്പം മാത്രം. ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ ഞാൻ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. കൂട്ടുകാരെ കാണാൻ തന്നെയായിരിക്കും പോയത്. ചിലപ്പോൾ ഫോൺ വല്ലതും നിലത്ത് വീഴുമോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതായിരിക്കും ചിലപ്പോൾ കിട്ടാത്ത. എന്നാലും അവൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അച്ഛാ? ഇങ്ങ് വരട്ടെ, ചെവിക്ക് പിടിക്കും ഞാൻ അവളുടെ. ചെവി തിരുമ്പി ഞാൻ പൊന്നാക്കും. പിന്നെ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല. അങ്ങനെയൊന്നും വേണ്ട. പാവമല്ലേ നിത്തി മോള്. അവളെ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്ന് വഴക്ക് പറയ പോലും ചെയ്യില്ല. അവളൊന്ന് വന്നാ മതിയായിരുന്നു. മറ്റൊന്നും എനിക്ക് വേണ്ട. ഒരു കോള്, അല്ലെങ്കിൽ ഏട്ടത്തീന്ന് വിളിച്ചോണ്ടുള്ള വരവ്. രാത്രിക്ക് മുമ്പ് ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു.
മോനെ. അമ്മേ, ഞാനേ വരാൻ കുറച്ച് വൈകും. ഞാനേ അമ്മ അടുത്ത അമ്മയ്ക്ക് താമസിക്കാൻ ഒരു പുതിയ വീട് ശരിയാക്കണം. അതെന്തിനാ മോനെ? ഇവിടെ താമസിക്കാലോ. അവിടെ താമസിക്കാം, എന്നാലും ഒരു വീടുണ്ടാവുന്നത് നല്ലതല്ലേ അമ്മേ? വേറൊന്നുമല്ല, എപ്പോഴാ ദേവിക്ക് പ്രാന്ത് കയറുന്ന അറിയില്ലല്ലോ. ഇറക്കി എങ്ങണം വിട്ട കേറി കിടക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അതും ശരിയാ. അമ്മേ, നിത്യയോട് പറഞ്ഞേക്കണേ ഞാൻ എത്താൻ വൈകുമെന്ന്. അതിന് നിത്യ ഇവിടെ ഇല്ലല്ലോ. അയ്യോ, എവിടെ പോയി? പുറത്തു പോയതാ. ഓ, അവളോടെ ആയിരിക്കും, ആ ദേവികയുടെ കൂടെ. ഏയ് അല്ല, ദേവിക ഇവിടെയുണ്ട്. എന്നാലേ അവളുടെ എന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞു വിട്ടായിരിക്കും. അല്ലെന്നേ, നിത്യ എവിടെ പോയതാണെന്ന് ദേവിക എന്നോട് ചോദിച്ചു. അവക്കും അറിയില്ല നിത്യ എവിടെ പോയതെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അമ്മേ. എവിടെ പോയാലും ആ വിവരം ദേവിക അറിയിക്കുന്ന ആളാണല്ലോ നിത്യ. പിന്നെന്താ ഇന്ന് മാത്രം പറയാതെ പോയത്? എനിക്കറിയില്ല. ദേവിക പറയുന്ന അമ്മ ഇങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട. നോണ പറയാനേ അവളോളം മിടിക്ക് വേറെ ആരുമില്ല. അവള് തന്നെ ആയിരിക്കും നിത്യ പറഞ്ഞു വിട്ടത്. എവിടെ പോയിന്ന് നമ്മളൊന്നും അറിയരുത്. അതാ അവൾ ഇങ്ങനൊരു നാടകം കളിക്കുന്നത്. എന്തേലും ചെയ്യട്ടെ, എല്ലാം കല്യാണം വരെയല്ലേ ഉള്ളൂ. അതെ അതെ, അത് കഴിഞ്ഞാ പിന്നെ നിത്യമോള് നമ്മുടെ കയ്യിലാണല്ലോ. നല്ല രാശിയുള്ള പെണ്ണാമ്മേ നിത്യ. അതുകൊണ്ടാ എനിക്ക് അങ്ങ് ഇഷ്ടമായത്. ഇപ്പൊ കണ്ടപ്പോ അമ്മ അത് തന്നെ പറയായിരുന്നു. എത്രയോ കുട്ടികളെ കണ്ടതാ ഞാൻ. എനിക്കിഷ്ടമായത് അവളെ. യോഗ അമ്മ അത് അതേ നടക്കൂ. അതെ മോനെ, യോഗം തന്നെയാ. എല്ലാം ഞങ്ങളുടെ ഭാഗ്യം. അതെ അതെ, ഭാഗ്യം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാ. എന്നാ വെക്കട്ടെ അമ്മേ. അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? കഴിച്ചു മോനെ. അത് മതി.